ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് മാർച്ച് 21 വെള്ളിയാഴ്ചയാണ്. അപ്പം നമുക്കറിയാം, ഇന്നലെ ഞാനൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക്ഔട്ടിനെ പറ്റി ഇന്നലത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോക്കകത്ത്. അപ്പം എക്സാക്ട്ലി 3 ദിവസം കൊണ്ട് ആ കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ബ്രേക്ക്ഔട്ടിന്റെ ടാർഗറ്റ് ഇന്നലെ അച്ചീവ് ചെയ്തു. അതായത് മാർച്ച് 20 വ്യാഴാഴ്ച ദിവസം ആ ഒരു ടാർഗറ്റിൽ മാർക്കറ്റ് എത്തി. 3 ദിവസം കൊണ്ട് ആ ടാർഗറ്റിൽ എത്തി. അതായത് ഞാൻ എൻ്റെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ആ വീഡിയോ, അതായത് വ്യാഴാഴ്ചത്തെ ദിവസം ഞാൻ ചെയ്ത ആ വീഡിയോ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ ഡെയിലി, ഇത് ഇപ്പം 1 hour ടൈം ഫ്രെയിമിലാണ്. അപ്പം 1 hour ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ആ ഡെയിലി ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ വേണ്ടി 1 hour ഞാൻ ചാർട്ട് മാറ്റി ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അപ്പോൾ ഈ 1 hour നിങ്ങൾക്ക് ഒരു ടൈം ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ കാണാം. അപ്പോഴത്തേന് ആ കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേണിന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കപ്പിന്റെ റേഞ്ച് എത്രയാണോ ആ റേഞ്ച് ആയിരിക്കും നോർമലി ടെക്നിക്കൽ അനാലിസിസ് പ്രകാരം ആ ഒരു ഇതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പം ഈ ഒരു റേഞ്ച് അതേപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ്, ഇതാണ് ഹാൻഡിൽ. അപ്പം ഈ ഹാൻഡിലിന്റെ ബ്രേക്ക്ഔട്ട് നടന്ന സ്ഥലത്തു നിന്ന് നമ്മൾ ഈ ഒരു ഇത്രയും ഡിസ്റ്റൻസ് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ടാർഗറ്റ് ഇതാണ്. അപ്പം ഇന്നലെ ഏകദേശം ആ ഒരു ടാർഗറ്റിൽ എത്തി ഇന്നലെ മാർക്കറ്റ്. അതുകൊണ്ട് ഇത് കെയർഫുൾ ആയിരിക്കണം. അതായത് ഈ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേണിന്റെ ബ്രേക്ക്ഔട്ടിന് ടാർഗറ്റ് മാർക്കറ്റ് അച്ചീവ് ചെയ്തു. ഇനി നമുക്ക് അറിയേണ്ടത് മാർക്കറ്റ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ ലെവൽ എന്ന് പറയുന്നത് ക്രിട്ടിക്കലാണ് നിഫ്റ്റിയെ സംബന്ധിച്ച്. അത് തന്നെയല്ല, ഈ ഒരു ലെവലിൽ നേരത്തെ ഒരു റിജക്ഷൻ വന്ന ലെവലാണ്. അപ്പം ഈ ഒരു ലെവൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഈ ഒരു ലെവലിൽ റിജക്ഷൻ വന്ന ലെവലാണ്. അപ്പം അതുകൊണ്ട് മാർക്കറ്റ് ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ലെവല്, അതായത് 23,229 എന്ന് പറഞ്ഞ ഈ ഒരു ലെവല് കംഫർട്ടബിൾ ആയിട്ട് മാർക്കറ്റിന് നിഫ്റ്റിക്ക് ഇന്ന് ബ്രേക്ക്ഔട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വീണ്ടും നിഫ്റ്റി മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ എന്നാൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം ഒരു വലിയ കറക്ഷൻ ഒന്നും ഇല്ലാതെ മാർക്കറ്റ് പോവുമായിരുന്നു. അപ്പം എപ്പോഴും ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഇങ്ങനെ മാർക്കറ്റ് പോകുമ്പോഴത്തേനും നമുക്ക് എൻട്രി എടുക്കാനായിട്ട് ചില പാടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടെ നിന്ന് റിവേഴ്സ് ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പം അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. മാർക്കറ്റ് ഒരു 1 way ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോഴത്തേനും എപ്പോഴും നമുക്കൊരു എൻട്രി എടുക്കാനുള്ള ഒരു സമയം ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല, അല്ലെങ്കിൽ നമുക്കൊരു പ്രോപ്പറായിട്ട് SL കീപ്പ് ചെയ്യാനുള്ള ലെവൽ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും മാർക്കറ്റ് 1 way പോകുമ്പോഴത്തേനും എപ്പോഴും നമുക്കൊരു ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് ഇച്ചിരി പ്രയാസമാണ്. പക്ഷെ എന്നാൽ ഇപ്പം ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇത് പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പം മേളിലോട്ട് പോകുമ്പോഴത്തേനും പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് അവർക്ക് പ്രോഫിറ്റ് കിട്ടും, അവർക്ക് വറിയില്ല അത്രയ്ക്കും. പക്ഷെ ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് എപ്പോഴും നമുക്ക് എപ്പോഴും നല്ല ട്രേഡബിൾ മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു സപ്പോർട്ടും റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ് നമ്മളെ ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല ട്രേഡബിൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാർക്കറ്റ് ഇങ്ങനെ 1 way പോകുമ്പോഴത്തേനും ഓപ്ഷൻ ബയേഴ്സ് പ്രത്യേകിച്ചും അഗ്രസീവായിട്ട് പൊസിഷൻസ് ബിൽഡ് ചെയ്യാതിരിക്കുക. കാരണം ഒരു നല്ലൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വരുന്നതിന് വരെ വെയിറ്റ് ചെയ്യുക. അപ്പം ഇന്ന് നിങ്ങൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ 23,229 മുകളിലാണ് മാർക്കറ്റ്. ഇന്നിപ്പോൾ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യുമോ, അല്ലെങ്കിൽ ഇവിടുന്ന് ഈ ഇന്നലത്തെ ക്ലോസിങ്ങിന് അവിടെ ഓപ്പൺ ചെയ്തിട്ട് ഒരു 10 to 15 മിനിറ്റ് അവിടെ സസ്റ്റെയിൻ ചെയ്തിട്ട് ഈ ലെവൽ ബ്രേക്ക്ഔട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടുന്ന് ഒരു സെല്ലിങ് വന്നിട്ട് ആ സെല്ലിങ് ക്യാൻഡലിന് മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം ഈ 23,229 മുകളിലോട്ട്. പക്ഷെ എന്നാൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസങ്ങളിൽ ഷാർപ്പായിട്ടുള്ള ഒരു 1 way അപ്പ് മൂവ്മെന്റ് വന്ന സ്ഥിതിക്ക് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്, പുതിയ സീരീസ്. അപ്പം അതുകൊണ്ട് പ്രീമിയം എല്ലാം ഏറ്റവും കൂടുതലുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം. അപ്പം അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. അത് തന്നെയല്ല, മാർക്കറ്റിൽ ഈ 3 ദിവസങ്ങൾക്കകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പൊ 5 മിനിറ്റ് നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ഇന്നലെയും ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പം മാർക്കറ്റ് എപ്പോഴും ഒരു ഫോള് വരുമ്പോഴത്തേനും ഈ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇന്നലത്തെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കിടപ്പുണ്ട്. അതുകൂടാതെ ആ ക്യാൻഡലിന്റെ ഹാൻഡിൽ ബ്രേക്ക്ഔട്ട് ചെയ്ത സമയത്തെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോഴത്തേന് ഇൻകേസ് മാർക്കറ്റ് താഴോട്ട് ഇൻകേസ് എങ്ങാനും വല്ലാതെ പൊട്ടി വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഫില്ല് ചെയ്യുന്നത് ഈ ഗ്യാപ്പ് ആയിരിക്കും. അതിനുശേഷം വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും താഴോട്ട് ഈ ലെവൽ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം അതുകൊണ്ട് മാർക്കറ്റ് നിങ്ങളൊരു ഇങ്ങനെ 1 way അപ്പ് മൂവ്മെന്റ് ആയിട്ട് പോകുമ്പോഴത്തേനും നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. എപ്പോഴും നമുക്കൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്കറ്റ് തരുന്നിടം വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്.
അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. അപ്പം ഇന്നിപ്പം മാർക്കറ്റ് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ഒരു ലെവലിനെ പറ്റി പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് മാർക്കറ്റ് ഒരു പർട്ടിക്കുലർ റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് തരാതെ നമുക്ക് വെറുതെ നമ്മൾ മാർക്കറ്റ് ഇന്നിപ്പം ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോവായിരിക്കും അങ്ങോട്ട് പോവായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. മാർക്കറ്റ് നമ്മൾ ഒന്ന് മാർക്കറ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പുതിയൊരു റേഞ്ച് ക്രിയേറ്റ് ആണ് നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ നമ്മൾ അഗ്രസീവായിട്ട് എൻട്രി എടുത്താൽ മതി. ഓക്കെ, താങ്ക് യു.